Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻസെൻറ്റീവ്സ് ടു ഓൺട്രപ്രണേഴ്സ്. ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഒട്ടനവധി സ്കീംസ് ഗവൺമെൻറ് തലത്തിലും അല്ലാത്ത രീതിയിലും അവൈലബിളാണ്. എന്തിനാണ് ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഒക്കെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെയധികം സ്കീംസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തായിരിക്കാം അതിൻ്റെ ഉദ്ദേശം? നമുക്കറിയാം, ഇത്തരത്തിലുള്ള യൂണിറ്റുകൾക്ക് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നൊക്കെ പറയുന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിലായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ, വില്ലേജ് ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്, ക്ലിയർ. അപ്പോൾ ഇതിനെല്ലാം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, പോവർട്ടി എറാഡിക്കേഷൻ്റെ കേസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കാര്യമായിക്കോട്ടെ, റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായിക്കോട്ടെ, എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമായിക്കോട്ടെ, ഇതിലെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. കാരണം ഇത് വൈഡ് സ്പ്രെഡാണ് അല്ലേ. വില്ലേജ് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏകദേശം 70%, 65-70% വില്ലേജാണ് അല്ലേ. അപ്പോൾ ആ വില്ലേജ് പീപ്പിൾസ് അല്ലെങ്കിൽ ആ വില്ലേജുകളിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വരുമ്പോൾ, ചെറിയ കട ബിസിനസ്സുകൾ വരുമ്പോൾ, മിക്കവാറും ഇൻഡസ്ട്രീസും ബിസിനസ്സുകളെല്ലാം ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കാം. അപ്പം അങ്ങനെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ നിന്നും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. കുറേയധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു. അവർക്കൊരു വരുമാന മാർഗം ആകുന്നതോടുകൂടി അവരുടെ ഫാമിലീസ് അതിൽ മാറ്റങ്ങൾ വരും. അവരുടെ എക്കണോമിക് റൂറൽ പ്രദേശത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ മാറ്റങ്ങൾ വരും. ഇങ്ങനെ ഒട്ടനവധി അഡ്വാൻറ്റേജ് ഇതിലുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഗവൺമെൻറ്റും ഏജൻസീസും ഒക്കെ പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടി, പ്രത്യേകിച്ച് MSME റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നത് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുന്നത്. ക്ലിയർ. അപ്പോൾ ഈ രീതി നോക്കുകയാണെങ്കിൽ entrepreneurs in India are offered with a number of incentives because they fulfill main two objectives of economic development. എന്തൊക്കെയാണത്? ഫസ്റ്റ്ലി they facilitate decentralization of industries. അല്ലേ, ഡീസെൻട്രലൈസേഷൻ നമുക്കറിയാം. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ഇൻഡസ്ട്രീസ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ, മെട്രോപൊളിറ്റൻ സിറ്റീസിലോ സിറ്റി സെൻട്രിക് ആയിട്ട് മാത്രം നിൽക്കാതെ, ഗ്രാമപ്രദേശങ്ങളിലും സെമി അർബൺ ഏരിയയിലും സിറ്റികളിലും ഒക്കെ ഇൻഡസ്ട്രീസ് വ്യാപിക്കുന്നതിൻ്റെ ഫലമായി ഒരു ഓവറോൾ റീജിയണൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് സാധ്യമാക്കാൻ പറ്റും. ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റിന് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ബിസിനസ്, കൊമേഴ്സ്, ട്രേഡ് ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞത്. ക്ലിയർ. സോ they take up new ventures in the rural area, village area, semi-urban area, and thus assist in the dispersal of industries over entire geographical area of the country. Clear. രണ്ടാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് they facilitate in the transformation of traditional technique into a modern technique characterized by improved skills, high production, high productivity, higher standard of living. അപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുക. അത് നമുക്കറിയാം, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെ നമുക്കറിയാൻ പറ്റും അല്ലേ. പണ്ട് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും ഇംപ്ലിമെൻറ്റ്സും ഒക്കെ ഇപ്പം മാറി അല്ലേ. അതിൻ്റെ പ്രോസസ്സൊക്കെ മാറി അല്ലേ, മെക്കനൈസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ട്രാക്ടറും ട്രില്ലറും അല്ലേ, അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. ഹാർവെസ്റ്റിംഗ് പോലും നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഷീൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഈ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതുപോലെയാണ് ഇൻഡസ്ട്രിയിലും ട്രഡീഷണലായിട്ട് പ്രവർത്തിക്കുന്ന കുറേയധികം സെക്ടേഴ്സ് ഉണ്ട്. അവിടെയെല്ലാം പണ്ട് കാലങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന മെത്തേഡും പ്രോസസ്സും തന്നെയാണ് പലവിടെയും ഉപയോഗിച്ചു വരുന്നത്. അതിൽ നിന്ന് മാറ്റം വേണമെങ്കിൽ ഒരു മോഡേൺ ടെക്നോളജിയും ടെക്നിക്സൊക്കെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെന്ത് കൊടുക്കേണ്ടി വരും? ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏജൻസീസോ ചില പ്രോത്സാഹനം നൽകേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് ട്രഡീഷണൽ സെക്ടേഴ്സിൽ പ്രവർത്തിക്കുന്നത് ഹാൻഡ്ലൂം ആയിക്കോട്ടെ അല്ലേ, അതുപോലെ തന്നെ കാർപ്പൻട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്തോ ബ്ലാക്ക് സ്മിത്തോ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള പോട്ടറി മേക്കിംഗ്, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള കുടിൽ വ്യവസായങ്ങളായിക്കോട്ടെ, ഇവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നു? മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ക്ലിയർ. പത്രത്തിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം? some agencies should, especially government, should provide certain incentive, clear, so that the entrepreneurs who are engaged in
entrepreneurs or artisans engaged in such traditional processes, clear, may change over to the modern techniques, and thereby they can increase their productivity, they can reduce the cost, clear, and they can improve the standard of living, and they can provide employment opportunity. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മീനിങ് ഓഫ് ഇൻസെൻറ്റീവ്, സോ ദ ടേം ഇൻസെൻറ്റീവ് മീൻസ് എ സ്റ്റിമുലി ഫാക്ടർ. എൻ്റെ ഡിക്ഷണറി മീനിങ് നോക്കുകയാണെങ്കിൽ എന്താ, ഒരു സ്റ്റിമുലസ് ഫാക്ടറാണ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ, അല്ലേ? സ്റ്റിമുലി ഫോർ ആക്ഷൻ. എന്താ സ്റ്റിമുലി ഫോർ ആക്ഷൻ? ഒരു ആക്ഷൻ നമുക്ക്, അല്ലേ, ഒരു പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു പ്രേരകമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലേ? ഈ പ്രേരക ഘടകമാണ്, അല്ലേ, പ്രേരണയാണ്, അല്ലേ, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇൻഡ്യൂസ്മെൻ്റ് ആണ് എന്ത് പറയുന്നത്, ഇൻസെൻറ്റീവ്സ് ആണ്. സ്റ്റിമുലസ് റെസ്പോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലേ? ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നതിന് ഒരു സ്റ്റിമുലസ് ആവശ്യമാണ്, സ്റ്റിമുലസും റെസ്പോൺസും. അപ്പോൾ ആ രീതിയിൽ ഒരു റെസ്പോൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. So the stimuli motivates entrepreneurs to start and run small-scale industrial units, and thus incentives is a motivational factor that induces a person to work hard or to do his work efficiently. വളരെ കൂടുതൽ, അല്ലേ, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും, അല്ലേ, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. So incentive is a financial and promotional assistance provided by the government to the industries for boosting up industrial development in all regions, particularly in backward areas. അല്ലേ, ഇപ്പോൾ ഡെഫിനേഷൻ ആയിട്ട് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ഇൻസെൻറ്റീവ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു ഡെഫിനേഷൻ, അല്ലേ? സോ ഇൻസെൻറ്റീവ്സ് ആർ financial and promotional assistance provided by the government to the industries and entrepreneurs for boosting up industrial development in all regions, particularly in rural and backward areas. So it is motivational factor which encourages an entrepreneur to take the right decision and act upon it. നല്ലൊരു തീരുമാനം എടുത്ത്, അല്ലെ, അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നതിന് വേണ്ടി, ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി മോട്ടിവേഷണൽ ഫാക്ടറായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ക്ലിയർ? സോ ദി ഒബ്ജക്റ്റ് ഓഫ് ഇൻസെൻറ്റീവ് ഇസ് ടു മോട്ടിവേറ്റ് an entrepreneur to start new ventures in the large interest of the nation and society, and incentives includes, ഇങ്ങനെ വരുന്ന ഇൻസെൻറ്റീവ്, അല്ലേ, entrepreneursനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സ് പ്രധാനമായിട്ട് 3 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ക്ലിയർ? സോ ഇറ്റ്സ് ഇൻക്ലൂഡ് concessions, subsidies and bounties. Clear? Concessions ഉണ്ട്, സബ്സിഡീസ് ഉണ്ട്, ബൗണ്ടീസ് ഉണ്ട്. ക്ലിയർ? ഇങ്ങനെ 3 തരത്തിലായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നൊക്കെ നമുക്ക് താഴെ പിന്നീട് നോക്കാം. ക്ലിയർ? സിംപ്ലി പറഞ്ഞാൽ എന്താ കൺസെഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എൻ്റർപ്രനോറിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ക്ലിയർ, സ്മോൾ, മീഡിയം, അതുപോലെ തന്നെ മൈക്രോ അല്ലെങ്കിൽ വില്ലേജ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, എൻ്റർപ്രനേഴ്സിന് അല്ലെങ്കിൽ എൻ്റർപ്രൈസസിന്, ക്ലിയർ, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ചില കൺസെഷൻസ് കൊടുക്കും. ടാക്സ് കൺസെഷൻ ആവാം, രജിസ്ട്രേഷനുള്ള കൺസെഷൻ ആവാം, ക്ലിയർ, ഫീസിൽ വരുന്ന കൺസെഷൻ ആവാം, ഓക്കെ, റെൻറ്റിൽ വരുന്ന കൺസെഷൻ ആവാം, ഓക്കെ, ഇങ്ങനെ കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുപോലെ ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ കുട്ടികൾ കൺസെഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അല്ലേ, ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെ, ക്ലിയർ, ചില പ്രത്യേക പ്രിവിലേജ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് ചില കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ കൺസെഷൻസ് ചിലപ്പോൾ ടാക്സ് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ ടാക്സ് കുറച്ച് നൽകുകയോ അല്ലെങ്കിൽ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിക്കുകയോ. ക്ലിയർ? ടാക്സ് ഹോളിഡേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേക പീരീഡ് വരെ ടാക്സ് വേണ്ട, അതിന് ശേഷം ടാക്സ് അടച്ചാൽ മതി എന്ന് പറയാം, അല്ലേ? ടാക്സ് കുറയ്ക്കുന്ന എപ്പോഴായിരിക്കും, നോർമലി മറ്റുള്ള ആൾക്കാർ അടയ്ക്കുന്ന ടാക്സിനേക്കാളും കുറഞ്ഞ റേറ്റിൽ അടച്ചാൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലിയർ? അപ്പോൾ അത് ഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ ഫീ ആയിക്കോട്ടെ, ലൈസൻസ് ഫീ ആയിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മെഷീനറീസോ മെറ്റീരിയൽസോ കൺസെഷണൽ റേറ്റിൽ അവൈലബിൾ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസെഷൻസിൽ വരുന്നതാണ്. അതുപോലെ സബ്സിഡീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നിശ്ചിത എമൗണ്ട് കോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് കോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എമൗണ്ട് ആയിട്ട് കൊടുക്കും. ക്ലിയർ? അത് കയ്യിൽ ക്യാഷായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ മെഷീനറിയുടെയോ അല്ലെങ്കിൽ ലോണിൻ്റെയൊക്കെ റീപേയ്മെൻറ്റിൻ്റെ, അല്ലേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടും വരാം. ക്ലിയർ? ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ സബ്സിഡി കിട്ടുമ്പോൾ, ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റിന് പകരമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ബാങ്കിലേക്ക് ആ എമൗണ്ട് നൽകുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് അത്രയും കുറഞ്ഞ് കിട്ടും. ക്ലിയർ? അപ്പോൾ അതാണ് സബ്സിഡി കൊണ്ട്. ക്ലിയർ? അതുപോലെ ബൗണ്ടീസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന കൺസെഷൻസ്, അതുപോലെ തന്നെ സബ്സിഡീസ്, ബൗണ്ടീസ് എല്ലാം
ഇൻസെൻറ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ? ഇതിൻ്റെ ഫോംസ് ആണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. നമ്പർ 1, ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ. അല്ലേ, സബ്സിഡീസും ഇൻസെൻറ്റീവ്സും കൊടുക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ മെട്രോ സിറ്റീസിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ടൗൺസിലൊക്കെ മാത്രം ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? റൂറൽ ഏരിയയിൽ വന്ന് പ്രവർത്തിക്കുന്നു. അവർക്ക് റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കാൻ സാധാരണ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. റൂറൽ ഏരിയയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 5 വർഷം ടാക്സ് വേണ്ട, അല്ലെങ്കിൽ ടാക്സ് റേറ്റ് ഇത്രയായിട്ട് കുറയ്ക്കാം. അങ്ങനെ പറയുമ്പോൾ ക്ലിയർ, ഇറ്റ് വിൽ ബിക്കം എ മോട്ടിവേഷൻ ഫാക്ടർ ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ. ക്ലിയർ, എക്കണോമിക് പവർ ഡീസെൻട്രലൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ക്ലിയർ? സോ ഇൻസെൻറ്റീവ്സ് എൻകറേജ് പ്രോസ്പെക്റ്റീവ് എന്റർപ്രനേഴ്സ് ടു ടേക്ക് അപ്പ് ഇൻഡസ്ട്രിയൽ വെഞ്ചേഴ്സ് ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്. അല്ലേ, കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം ബിസിനസ്സും ഇൻഡസ്ട്രീസും എക്കണോമിക് പവറും വരുന്നത് ഒഴിവാക്കി എല്ലാ പ്രദേശങ്ങളിലും ബിസിനസ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസൊക്കെ കൊണ്ടുവന്ന് അത് ഡീസെൻട്രലൈസ് ചെയ്യാൻ ഇതുവഴി കഴിയുന്നു. കാരണം പല ആളുകൾക്കും ഇത്തരത്തിലുള്ളൊരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കൂടുതൽ ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുള്ളൂ. ക്ലിയർ? സോ ബാലൻസ് റീജിയണൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. എല്ലാ പ്രദേശങ്ങളും ഒരേ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ, ബാക്ക്വേർഡ് ഏരിയ, വില്ലേജ് ഏരിയ, റൂറൽ ഏരിയ, അല്ലേ, അങ്ങനെയുള്ള ഏരിയ, ഹില്ലി ഏരിയ, അതൊക്കെ ചെറിയ അവർക്ക് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെയുള്ള പ്രദേശങ്ങളുടെ ഡെവലപ്മെൻറ്റിന് ഇത് കാരണമാക്കുകയും ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുകയും ചെയ്യും. ദെൻ ട്രാൻസ്ഫർമേഷൻ ഓഫ് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, മോഡേണൈസേഷൻ, ട്രാൻസ്ഫർമേഷൻ, ഇതൊക്കെ കൊണ്ടുവരുന്നതിന് പലപ്പോഴും ടെക്നോളജി അക്വയർ ചെയ്യുമ്പോൾ വലിയൊരു പൈസ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവ് ആയിരിക്കും അവർക്ക് അതിന് ഹെൽപ്ഫുൾ ആയിട്ട് മാറുക. അപ്പം മാത്രമേ അത് പർച്ചേസ് ചെയ്യൂ. അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവന്ന് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും അതുവഴി കോസ്റ്റ് റിഡക്ഷൻ ചെയ്ത്, അല്ലേ, കുറഞ്ഞ വിലയിൽ ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്, ക്വാളിറ്റി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നതിന് കേപ്പബിൾ ആക്കി മാറ്റുന്നതിന് ഇൻസെൻറ്റീവ്സ് സഹായിക്കുന്നു. ക്ലിയർ? സോ ഇൻസെൻറ്റീവ്സ് ഹെൽപ്സ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ട്രഡീഷണൽ ടെക്നോളജി ഇൻ ടു മോഡേൺ ടെക്നോളജി, ഓവർകമ്മിങ് ഡിഫിക്കൽട്ടീസ്. ക്ലിയർ? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് കോസ്റ്റ് വളരെ കൂടിപ്പോയി, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയയിൽ കോസ്റ്റ് വളരെ കൂടുന്നു, ലേബർ ഇൻറ്റൻസീവ് ആണ്, അല്ലേ, അപ്പോൾ അവർക്കൊക്കെ കൂലി കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ വേജൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ മെഷീനറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുന്നു. ഇത്തരത്തിലുള്ളൊരു കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്ത് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ ആ ഇൻസെൻറ്റീവ്സിൻ്റെ എമൗണ്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ ദോ, അല്ലേ, പ്രോഫിറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് ചെറിയ രീതിയിലൊരു മാർജിനാക്കി മാറ്റാൻ പറ്റും. ക്ലിയർ? അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ ഈ രീതിയിലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ക്ലിയർ, സോ അത് പാക്കേജ് ഓഫ് ഇൻസെൻറ്റീവ്സ് ആൻഡ് കൺസെഷൻസ് ആർ ഗിവൺ ടു entrepreneurs for setting up of units both in backward as well as in underdeveloped districts, clearly in less developed districts, but generally it is given to the setting up of industries in backward area. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ സഹായിക്കും. ദെൻ ജനറേറ്റ്സ് ഇൻഡസ്ട്രിയലൈസേഷൻ. രാജ്യത്താകമാനം, അല്ലെ, ചെറുകിട വ്യവസായങ്ങളൊക്കെ വളർന്ന സമയത്ത് ചെറിയ യൂണിറ്റുകൾ, അഗ്രോ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിക്കോട്ടെ, ചെറിയ കുടിൽ വ്യവസായങ്ങളായിക്കോട്ടെ, കോട്ടേജ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ആർട്ടിസാൻസിൻ്റെ യൂണിറ്റുകളായിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആയിക്കോട്ടെ, വീവിങ് ആയിട്ടുള്ള ചെറിയ യൂണിറ്റുകളായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു? ഓരോ പ്രദേശത്തിലും അതൊക്കെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം, നമ്മൾ ഒരു ടോട്ടലിസ്റ്റിക് ആയിട്ട് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മുടെ കൺട്രി ആസ് എ ഹോൾ എന്തായിട്ട് മാറും? ഇൻഡസ്ട്രിയലൈസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടി, ഒരു ജനറൽ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടി നമുക്ക് ഈ സ്മോൾ, മീഡിയം, മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ഒക്കെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതിന് ഒരു പ്രേരക ഘടകമായിട്ട് ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്, അല്ലേ, അതും ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? യൂട്ടിലൈസേഷൻ ഓഫ് റീജിയണൽ റിസോഴ്സസ്, ലോക്കൽ റിസോഴ്സസ് ആൻഡ് റിമൂവൽ ഓഫ് ഡിസ്പാരിറ്റീസ്, ക്ലിയർ, ഇൻകം ലെവൽ, ക്ലിയർ, അങ്ങനെയെല്ലാം നമുക്ക് മാറ്റാനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വർദ്ധിപ്പിക്കാനും, ക്ലിയർ, ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എൻകറേജസ് എൻ്റർപ്രണർഷിപ്പ്, ക്ലിയർ, സോ ഇൻസെൻറ്റീവ്സ് എൻകറേജസ് എൻ്റർപ്രണർഷിപ്പ്, അല്ലേ, നമ്മൾ നേരത്തെ എൻ്റർപ്രണേഴ്സിൻ്റെ ടൈപ്പ് പഠിച്ചു, അല്ലേ, ചില എൻ്റർപ്രണേഴ്സ് ആവുന്ന ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലേ, അവർക്ക് ഇൻസെൻറ്റീവ് സബ്സിഡി ഒക്കെ കിട്ടുമ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ? എൻ്റർപ്രണേഴ്സ് ആയിട്ട് മാറും. ക്ലിയർ? അറ്റ്ലീസ്റ്റ് ഫോർ
tapping the benefit of incentives and subsidies, they may start their own venture. Clear? അപ്പോൾ പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ക്ലിയർ ഇൻസെൻറ്റീവ്സ് ആൻഡ് കൺസെഷൻസ് എന്തിനെ സഹായിക്കുന്നു? എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നു. ദെൻ ഹെൽപ്സ് ഇൻ ഓവർകമ്മിങ് കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാം അല്ലേ. കോമ്പറ്റീഷനിലെ ഒരു പ്രത്യേകത ഘടകം എന്താ? ചെറുകിട വ്യവസായങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലുള്ള ബിസിനസ് ആണെങ്കിലും അല്ലേ, അവർ കോമ്പീറ്റ് ചെയ്യേണ്ടത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനോടാണ് അല്ലേ. ഇപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻസിൽ അവിടെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസും ടെക്നോളജിയും ഒക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ക്ലിയർ അവരോടൊപ്പം പ്രോഡക്റ്റിൽ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള അസിസ്റ്റൻസ് കിട്ടണം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി അവർക്ക് ഒന്നുകിൽ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനോ, അതല്ലെങ്കിൽ ക്ലിയർ അവർക്ക് മറ്റുള്ള രീതിയിലുള്ളൊരു എക്സ്ട്രാ വരുമാനമായിട്ട് മാറ്റിക്കൊണ്ട് ക്ലിയർ അവർക്ക് വരുന്ന നഷ്ടത്തെ ലഘൂകരിക്കാനോ കഴിയും. അപ്പോൾ ആ രീതിയിൽ കോമ്പറ്റീഷനെ അല്ലെങ്കിൽ കോമ്പറ്റീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ക്ലിയർ ചെറുകിട യൂണിറ്റുകൾക്കും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ യൂണിറ്റുകൾക്കും ഒക്കെ കഴിയുന്നതിന് വേണ്ടി എന്ത് കേപ്പബിൾ ആക്കുന്നു? ഇൻസെൻറ്റീവ്സും സബ്സിഡീസൊക്കെ എൻ്റർപ്രണേഴ്സിനെ സഹായിക്കുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യും. ക്ലിയർ? സോ small scale enterprises established by entrepreneurs face stiff competition from big firms, and they are not provided appropriate support from the government, that then they cannot survive and grow, and therefore government is providing certain assistance, okay, so that these small ventures started by rural people, artisans, clear, or small entrepreneurs can compete with such large or big enterprises. Okay, അതിനു വേണ്ടി റിസർവേഷൻ പോളിസി ക്ലിയർ. ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ സപ്ലൈക്ക് വേണ്ടിയുള്ള റിസർവേഷൻ പോളിസി ഉണ്ട്, പ്രൈസ് പ്രിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ പർച്ചേസ് ഓഫ് പ്രോഡക്ട്സ് ഫ്രം MSME യൂണിറ്റ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള അസിസ്റ്റൻസും അത് പ്രൊവൈഡ് ചെയ്ത് വരുന്നു. ഓക്കെ, so these are all some of the benefits or advantages. Then what are the needs for incentive? എന്തിനു വേണ്ടി നമുക്ക് ഇൻസെൻറ്റീവ് ആവശ്യമാണ്? ക്ലിയർ? ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അത് ഓൾറെഡി പറഞ്ഞു അല്ലേ. Then to promote entrepreneurship, അത് ഓൾറെഡി പറഞ്ഞു. ക്ലിയർ? Then to provide competitive strength and survival and growth of enterprises. പ്രത്യേകിച്ച് MSME ആയിട്ട് വരുന്ന മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ സർവൈവൽ, ഗ്രോത്ത്, കോമ്പറ്റിറ്റീവ്നെസ്, ഇതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ചില അസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ക്ലിയർ? Then to generate more employment opportunities and to remove unemployment. അല്ലേ, നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ബിസിനസ് വേണം. എവിടെ വരണം? റൂറൽ ഏരിയയിലും വില്ലേജ് ഏരിയയിലൊക്കെ വേണം, സെമി അർബൻ ഏരിയയിൽ വേണം. ഓക്കെ, അപ്പോൾ അത് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ്. ക്ലിയർ? എന്തൊക്കെയാണ് ഇൻസെൻറ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ? സോ ഇൻസെൻറ്റീവ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ക്ലിയർ? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എങ്ങനെയായിട്ട് പറയാം? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് are those incentives in terms of money. മണി ഫോമിൽ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ കൊടുക്കപ്പെടുന്ന ഇൻസെൻറ്റീവ്സിനാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏത് രീതിയിലാണ് കൊടുക്കുക? സോ ദീസ് ആർ incentives such as marketing assistance, technological support, technical assistance, clear, assistance for preparing technical reports, technical feasibility report, project report preparation assistance. ഇങ്ങനെ ഫിനാൻഷ്യലായിട്ട് കൊടുക്കാതെ മറ്റുള്ള തരത്തിലുള്ള മാർക്കറ്റിംഗ്, ടെക്നോളജി, പ്രൊഡക്ഷൻ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അഡ്വൈസറിയോ കൺസൾട്ടേഷനോ റിപ്പോർട്ട് പ്രിപ്പറേഷനോ ഇതെല്ലാം കൊടുക്കുമ്പോൾ എന്ത് പറയാം? നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയാം. ഇൻസെൻറ്റീവ്സ് ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ഇൻടു കൺസെഷൻസ്, സബ്സിഡീസ് ആൻഡ് ബൗണ്ടിങ്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കണ്ടേ അല്ലേ? അപ്പോൾ ഇൻസെൻറ്റീവ്സിന് വേറെ രീതിയിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ കൺസെഷൻ, സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ്, that is boundaries. എന്തൊക്കെയാണ് ഈ മൂന്ന് ടേം നമുക്ക് നോക്കാം. ക്ലിയർ? സോ കൺസെഷൻസ്. സോ കൺസെഷൻ മീൻസ് ചാർജിങ് ഓഫ് ലെസ് ഫീസ് ഫോർ സർവീസസ് ടു എനേബിൾ ദി enterprises to compete with others. മറ്റുള്ള ലാർജ് അല്ലെങ്കിൽ ബിഗ് ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസസുമായിട്ട് കമ്പീറ്റ് ചെയ്യണമെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസസിന്, ചെറുകിട വ്യവസായങ്ങൾക്ക് എന്താവശ്യമായിട്ട് വരുന്നു? ചില സർവീസസ് ആവശ്യമായിട്ട്. ക്ലിയർ? സോ അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ചാർജിങ് ലെസ് ഫീസ്, ലെസ് എമൗണ്ട്. ക്ലിയർ? അതുപോലെ ടാക്സ് ആണെങ്കിൽ ലെസ് ആയിട്ടുള്ള ടാക്സ് റേറ്റ്. ക്ലിയർ? അതുപോലെ രജിസ്ട്രേഷൻ ഫീ ആണെങ്കിൽ ലെസ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ.
അപ്പോൾ ഇതെല്ലാം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ ചെറുകിട യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള കൺസെഷണൽ റേറ്റോ കൺസെഷണൽ ഫീസോ കൺസെഷനായിട്ടുള്ള എമൗണ്ടോ റേറ്റോ ടാക്സോ ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് തന്നെയാണ് കൺസെഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് നോട്ട് എ ലംസം പേയ്മെൻറ്റ്. ഇവിടെ എന്ത് കൊടുക്കുന്നില്ല? വി ആർ നോട്ട് പ്രൊവൈഡിങ് എനി പേയ്മെൻറ്റ്, ക്ലിയർ, to the other party, but instead of making payment to the entrepreneurs or enterprises, clear, we are providing certain relaxation, certain concession, a reduced amount, reduced rate for the benefit of enterprises and entrepreneurs. Clear? So that is why it's all called concessions. ഇതുപോലെ just like your transport concession, clear, നിങ്ങൾ സ്റ്റുഡൻസ് എന്ന നിലയിൽ കൺസെഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ, ഇപ്പോൾ റെഡ്യൂസ്ഡ് എമൗണ്ട്, അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ബൗണ്ടീസ്, ദാറ്റ് ഈസ് സബ്സിഡി. ഓക്കെ, so what is subsidy? Subsidy denotes a single lump sum which is given by the government to the entrepreneurs to cover up the cost, especially to cover up the cost. Clear? ഒരു കോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി, ക്ലിയർ, അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന കോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി, മാനേജറൽ കോസ്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോസ്റ്റ്, സെയിൽസ് പ്രൊമോഷൻ കോസ്റ്റ്, ഇതൊക്കെ കവറപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വൺ ടൈം പേയ്മെൻ്റ് ആണ്, ലംസം പേയ്മെൻ്റ് ആണ്, സിംഗിൾ ലംസം പേയ്മെൻറ്റ്. നോർമലി ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് എ സിംഗിൾ പേയ്മെൻറ്റ്, ലംസം പേയ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ കൊടുക്കുന്ന ഒരു ലംസം പേയ്മെൻറ്റിന് പറയുന്ന പേരാണ് സബ്സിഡീസ്. So it is granted to an industry which is considered essential in the national interest. അല്ലേ, ഒരു രാജ്യത്തിൻ്റെയോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെയോ ഒരു നാഷണൽ ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രസ്റ്റിനോ ഒക്കെ, ക്ലിയർ, അതിനെല്ലാം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക്, അല്ലേ, വുമൺ എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ SC/ST എൻ്റർപ്രണേഴ്സ്, എക്സ് സർവീസ്മെൻ, ക്ലിയർ, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർപ്രണേഴ്സ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് അതിൽ വരുന്ന ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ മെഷീനറി വാങ്ങിക്കുന്നതിൻ്റെ വിലയിലോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റോ മാർക്കറ്റിംഗ് കോസ്റ്റോ പ്രൊമോഷണൽ കോസ്റ്റോ, ക്ലിയർ, ഇങ്ങനെയുള്ള കേസസിലൊക്കെ വരാവുന്ന കോസ്റ്റുകളെ കവർ ചെയ്യുന്നതിന് വേണ്ടി, അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എമൗണ്ട് ലംസമായിട്ട് നൽകുന്നു. ക്ലിയർ? അത് കയ്യിൽ ക്യാഷായിട്ട് നൽകാം, അതല്ലെങ്കിൽ എന്തായിട്ട് ചെയ്യാം, കോസ്റ്റിന് വേണ്ടിയിട്ട് ആർക്കാണോ ഈ പൈസ കോസ്റ്റ് അല്ലെങ്കിൽ മെഷീനറിയുടെ കോസ്റ്റോ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റോ കൊടുക്കേണ്ടത് അവർക്ക് എമൗണ്ട് ആയിട്ട് കൊടുത്ത് ബാക്കിയുള്ള എമൗണ്ട് മാത്രം എൻ്റർപ്രണർ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബൗണ്ടി, ആൻഡ് വാട്ട് ഈസ് ബൗണ്ടി? സോ ദ ടേം ബൗണ്ടി ഡിനോട്ട്സ് ബോണസ് or financial aid which is given by the government to an industry to help it compete with the other units in home markets or in foreign markets. So it is given in proportion to its output. Clear? ഔട്ട്പുട്ടിന് പ്രൊപ്പോർഷനായിട്ട്, അല്ലെ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷനായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊപ്പോർഷനായിട്ട്, ക്ലിയർ, അവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻസെൻറ്റീവ് ആയിട്ട്, ക്ലിയർ, എന്ത് നൽകുന്നു, ഒരു എമൗണ്ട് നൽകുന്നു. സോ ബൗണ്ടി ഈസ് ആ ബോണസ് ഓർ ഫിനാൻഷ്യൽ എയ്ഡ്. ക്ലിയർ? മോണിറ്ററി ടേംസിൽ നൽകുന്ന എയ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സഹായമായിരിക്കാം, അതല്ലെങ്കിൽ ഇത് ബോണസ് ആയിട്ട് നൽകുന്നതായിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ബോണസ്? ചില പ്രത്യേക ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ക്ലിയർ, ഇത്ര എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ടിവിറ്റി കൂട്ടി, അല്ലെങ്കിൽ ഇത്രയും മാർക്കറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും കോടി രൂപയുടെ എക്സ്പോർട്ട് ചെയ്തു, അല്ലേ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത്തരം യൂണിറ്റുകൾ, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റുകളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു ബോണസ് ആയിട്ട് എമൗണ്ട് നൽകുന്നു. അതിനെയാണ് ബൗണ്ടി. സോ ബൗണ്ടീസ് ഡിനോട്ട്സ് bonus and financial aid, clear, which is given by a government to an industry to help, clear, to compete with other units in the home market or foreign market. Clear? Foreign market lo home market lo, clear, മറ്റുള്ള യൂണിറ്റുകളുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്നതിന് കേപ്പബിൾ ആക്കി മാറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ബോണസ് അവർക്ക് നൽകുന്നു. ക്ലിയർ? ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് നൽകുന്നു, ഒരു ഫിനാൻഷ്യൽ എയ്ഡ് നൽകുന്നു. ക്ലിയർ? സോ ദേ ആർ കോൾഡ് ആസ് ബൗണ്ടീസ്. They are based on output, clear, proportion of output. അത് എക്സ്പോർട്ട് ആയവ ചില ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. ചിലപ്പോൾ പ്രൊഡക്ഷൻ മാത്രമായിരിക്കും, ചിലപ്പോൾ എക്സ്പോർട്ട് ആയിരിക്കും, ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള ബേസിസിലായിരിക്കും ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, incentives can also be classified as non-tax based incentives and tax based incentives. Clear? ഇൻസെൻറ്റീവ്സിനെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആയിട്ടും പറയാം, നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് ആയിട്ടും പറയാം. ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്താ വരിക?
So for example, tax based എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? So these are based on the taxes and duties. That is, tax based incentives are again classified into physical incentives and financial incentives. ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ പറയാൻ പറ്റും. എന്താ ഫിസിക്കൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്? Physical incentives are in the form of exemption, rebate, or postponement of direct and indirect taxes leviable on a production or profit. Clear? For example, income tax concession, GST benefits, duties free imports, etc. Clear? Physical alla adu, actually it is fiscal. FISCAL. Fiscal എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്. ക്ലിയർ? വൈ ഇറ്റ് ഇസ് ഫിസിക്കൽ? ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ടാക്സസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ടാക്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ടാക്സ് റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നു. ക്ലിയർ? ടാക്സ് റേറ്റുകൾ കുറച്ച് കൊടുക്കുന്നു. ക്ലിയർ? GST ബെനിഫിറ്റ്സ് കൊടുക്കുന്നു, ടാക്സ് കൺസെഷൻ കൊടുക്കുന്നു, ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ടേഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡ്യൂട്ടി ലെസ് ആയിട്ടുള്ള ഇമ്പോർട്ടിന് പെർമിറ്റ് ചെയ്യുന്നു. ക്ലിയർ? അതുപോലെ തന്നെ പ്രോഫിറ്റെന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ അടയ്ക്കേണ്ട ടാക്സുകൾ, അല്ലെ, എക്സൈസ് ഡ്യൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ടാക്സുകളായിക്കോട്ടെ, അതെന്ത് ചെയ്യുന്നു? ഇൻകം ടാക്സോ കോർപ്പറേറ്റ് ടാക്സോ ഒക്കെ എന്ത് ചെയ്യുന്നു? കുറച്ച് കൊടുക്കുന്നു. നമുക്കറിയാം, അല്ലേ, നമ്മുടെ രാജ്യത്ത് തന്നെ MSME യൂണിറ്റുകളുടെ ടാക്സ് റേറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അല്ലേ, അത് 20%, 15%, 20% ഒക്കെ ആയിട്ട് കുറച്ചുണ്ട്. നേരത്തെ ഇപ്പോൾ ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പായിട്ട്, ഫിനാൻഷ്യൽ പാക്കേജിന് മുമ്പൊക്കെ അത് നോർമലി മറ്റുള്ള ഇൻഡസ്ട്രീസൊക്കെ 35% ടാക്സ് അടയ്ക്കുമ്പോൾ MSME യൂണിറ്റുകൾ, സ്മോൾ ബിസിനസ് യൂണിറ്റുകൾ 25% അടച്ചാൽ മതിയായിരുന്നു. ക്ലിയർ? ഇപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും കുറച്ചിട്ടുണ്ട് സബ്സ്റ്റാൻഷ്യലി. ക്ലിയർ? സോ 15% മുതലാണ് ഇപ്പോൾ ടാക്സ് റേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ടാക്സ് കൺസെഷൻസ് കൊടുക്കുമ്പോൾ അതിന് ടാക്സ് ഫിസിക്കൽ ബേസ്, നോട്ട് ഫിസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ആയിട്ട് പറയാം. So next is financial incentive. Okay. So what is financial incentives? These include various type of credit facilities at the concessional rates, direct and indirect cash subsidies for price advantage, and direct cash subsidies for special promotional effort. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നൽകുന്ന, ഫിനാൻഷ്യൽ ആയിട്ട് നൽകുന്ന, മോണിറ്ററി ടേംസിൽ നൽകുന്ന ക്ലിയർ ഒരു അസിസ്റ്റൻസിനെയാണ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ് വരിക? ഫോർ എക്സാമ്പിൾ, ക്ലിയർ, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ. സോ നോൺ ടാക്സ്ഡ് കേസസിൽ ഈ ഫിസിക്കൽ എന്നുള്ളത് ഫിസിക്കലായിട്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്. ഇവിടെയും ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ടാക്സസിൻ്റെ റേറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെന്തായിരിക്കുന്നു? ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ? ക്യാഷ് ആയിട്ട് അസിസ്റ്റൻസ് കൊടുക്കുക, ലംസമായിട്ട് കൊടുക്കുക, സബ്സിഡി ആയിട്ട് കൊടുക്കുക. ക്ലിയർ? അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് ടാക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി. ക്ലിയർ? ഒരു ബിസിനസ്സിലേക്ക് സ്മോൾ സ്കെയിൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന, അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസസ് ക്യാപിറ്റൽ, പ്ലാന്റ് ആൻഡ് മെഷീനറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് ഒരു നിശ്ചിത സബ്സിഡി നൽകുന്നു. ക്ലിയർ? 15% അല്ലെങ്കിൽ 15 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ വരെ. ഇങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി നൽകുന്നു, അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് നൽകുന്നു, അല്ലേ, വുമൺ എൻ്റർപ്രണേഴ്സിനോ അതുപോലെ തന്നെ സ്മോൾ എൻ്റർപ്രണേഴ്സിനോ അല്ലെങ്കിൽ MSMEയിൽ വരുന്ന എൻ്റർപ്രണേഴ്സിനോ. ക്ലിയർ? പ്രത്യേകിച്ച് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിലൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ എന്തില്ല, അവർക്ക് ഫണ്ടില്ല. അതുകൊണ്ട് ബിസിനസ് തുടങ്ങാതിരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ലോൺ കിട്ടുന്നതിന് നമുക്ക് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ വേണം, അല്ലേ? അതിൻ്റെ മാർജിൻ സീഡ് ക്യാപിറ്റലായിട്ട് നൽകുന്നു. അപ്പോൾ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കേസസ് ഒക്കെ എന്താണ്? ദീസ് ആർ ഓൾ ഇൻസെൻറ്റീവ്സ്. ക്ലിയർ? നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവിൽ ഫിസിക്കൽ ഇൻസെൻറ്റീവ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു ദി subsidy. Okay, what is subsidy? Government of India provides financial support for subsidy for the new and upcoming entrepreneurs. Clear? So the motive behind providing subsidy is to encourage the investment of the new entrepreneurs, so that it adds up to the economic growth of the country. അല്ലെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വികാസം, സാമ്പത്തിക വളർച്ച
ക്ലിയർ, റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് സബ്സിഡി ആയിട്ട് നൽകുന്നു. സബ്സിഡി ഹെൽപ്സ് ദ എൻ്റർപ്രണേഴ്സ് ടു ഹെൽപ്പ് ഡെവലപ്പ് business and therefore providing services to the country for increasing employment, providing goods and services to the markets. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻപുട്സ് required for start a company, some of which can be classified as raw material, land, machinery, management, capital, അല്ല ഇങ്ങനെയുള്ള ഒട്ടനവധി റിസോഴ്സസ് ഉണ്ടാകും. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് therefore provides subsidies in the aforementioned criteria so that entrepreneurs can use them to set up their new businesses. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യുന്നതിനോ, മെൻ, മണി, മെഷീൻ, മെറ്റീരിയൽ ഒക്കെ അക്വയർ ചെയ്യുന്നതിന് പൈസ വേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് കവറപ്പ് ചെയ്തതിന് വേണ്ടി, അതിൻ്റെ കോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. So next we can see about the different types of subsidies provided in India. Clear? നമ്മൾ എല്ലാം ഇല്ല, പക്ഷേ കുറച്ച് പ്രധാനപ്പെട്ട ചില സ്കീമുകൾ, clear, types of subsidies, okay, to entrepreneurs in India. So credit linked subsidy scheme, credit linked capital subsidy scheme, ഇത് ഒരു പ്രധാനപ്പെട്ട സബ്സിഡി സ്കീമായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളതാണ്. ക്രെഡിറ്റ് ലിങ്ക്ഡ് capital subsidy scheme. So many of the small scale industries in India continue to manufacture goods and products with outdated technology and planted machinery. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, മോഡേണൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, ക്വാളിറ്റി കൂട്ടണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം, അതിനെ മോഡേണൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് therefore in an effort to facilitate technology upgradation in SSI, so the Ministry of MSME is operating a scheme called technology upgradation, and this scheme is now called as credit linked capital subsidy scheme. അപ്പോൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, CLCSS അനുസരിച്ച് 15% of the capital subsidy to SSI units, that is MSME. SSI എന്നുള്ളവിടെയൊക്കെ MSME സെർച്ച് ആണ് കേട്ടോ. So on institutional finance availability of finance availed by them for the induction of the well established and improved technology in many of the subsectors, products approved under the scheme of loan up to 1 crore rupees. 1 കോടി രൂപ വരെയുള്ള പ്രോജക്റ്റുകൾക്ക് 15% വരെ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം MSME യൂണിറ്റുകൾക്ക് നൽകുന്നുണ്ട്. The next one is subsidy to acquire quality management system. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെല്ലാം അല്ലേ ക്വാളിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഫിനോമിനലാണ്. ഇപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടോ നോക്കിയിട്ട് ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇപ്പോൾ വെറുതെ സാധനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിങ്ങിലും ഒക്കെ വേണം. അങ്ങനെ വേണമെങ്കിൽ MSME യൂണിറ്റുകൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ അത് വാങ്ങിക്കുന്നതിന് വേണ്ടി, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സോ ടെക്നോളജിയോ ടെക്നിക്കൽ നോഹോയോ വാങ്ങിക്കണമെങ്കിൽ അതിനൊരു സബ്സിഡി എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സോ കോസ്റ്റ് ഓഫ് അക്വയറിംഗ് ISO സർട്ടിഫിക്കറ്റ്സ് ലൈക്ക് ഇപ്പോൾ ISO സർട്ടിഫിക്കേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക, ക്വാളിറ്റി അഷ്വറൻസിൻ്റെ ഭാഗമായി നമ്മുടെ പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, സർട്ടിഫൈ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ISO സർട്ടിഫിക്കേഷന് വേണ്ടി വരുന്നതിൻ്റെ കോസ്റ്റ് അതിൻ്റെ ചെറിയൊരു പോർഷൻ എന്തായിട്ട് കൊടുക്കുന്നു, സബ്സിഡി ആയിട്ട് കൊടുക്കും. സോ ISO 9000 and 14000, എൻവയോൺമെൻറ്റ് സർട്ടിഫിക്കേഷൻ 14000, 9000 ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ഇതിനെല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്, സബ്സിഡി കൊടുക്കുന്നു. സോ ദ സ്കീം പ്രൊവൈഡ്സ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ചാർജസ് for acquiring ISO 9000, 14000 certificates of industries registered in MSME up to extent of 75% of the expenditure. ഈ സർട്ടിഫിക്കേഷന് വേണ്ടി വന്ന ചിലവിൻ്റെ 75%, subject to a maximum of $75,000, will be provided as a subsidy. Then capital subsidy for solar lighting and small capacity PV system. അപ്പോൾ സോളാർ സെല്ലുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സോളാർ പവർ നമ്മുടെ ബിസിനസ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റൽ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നു. ലൈറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനർജിയുടെ റിക്വയർമെൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായുള്ള ചെറുകിട ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള
സോളാർ പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ യൂണിറ്റുകൾക്കും മൊഡ്യൂളുകൾക്കും അതിൻ്റെ കോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റൻസ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് വർഷം മുമ്പ് ഒരു സ്കീം കൊണ്ടുവന്നു. ദാറ്റ് ഈസ് കോൾഡ് ജവഹർലാൽ നെഹ്റു സോളാർ മിഷൻ, JNNSM എന്ന് പറയും. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു, സസ്റ്റൈനബിൾ എനർജി അല്ലെ, റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയും. സസ്റ്റൈനബിൾ ആൻഡ് റിന്യൂവബിൾ എനർജി, ഫോസിൽ ഫ്യൂവൽ അല്ലാത്ത വരുന്ന എനർജി. അപ്പോൾ ആ രീതിയിൽ വരുന്ന എനർജി, റിന്യൂവബിൾ എനർജി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സോളാർ പവർ അല്ലെ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാനും അതിനുവേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. So JNNSM provides a host of subsidies and soft loans for the promotion of the penetration of solar energy generation in the nation. Clear? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 40% of the approved unit cost, clear, അതിൻ്റെ കോസ്റ്റിൻ്റെ 40% വരെ of the solar power system and small capacity photovoltaic system. PV system ആണ് photovoltaic system എന്നാണ്. ക്ലിയർ? നമ്മൾ സോളാർ എനർജി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോളാർ സെല്ലുകളുടെ ടെക്നോളജിക്ക് പറയുന്ന അതിൻ്റെ ഇതാണ് ഫോട്ടോവോൾട്ടിക് സിസ്റ്റം ആണ്. ക്ലിയർ? സോ ക്യാപിറ്റൽ സബ്സിഡി of 90% for the benchmark cost would be available for special category states, namely Northeastern, Sikkim, JNK. ഇതൊക്കെ മിക്കവാറും ഹില്ലി സ്റ്റേറ്റുകളാണ്. അവിടെ എല്ലാം ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജും കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾക്ക് 90% വരെയും മറ്റുള്ള സ്ഥലങ്ങളിൽ 40% വരെ എന്ത് ചെയ്യുന്നു, സബ്സിഡീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? Then subsidy for patent cost. MSME യൂണിറ്റുകൾ പാറ്റന്റ് എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനോ ടെക്നോളജിക്കോ പാറ്റന്റ് എടുക്കുന്ന സമയം അല്ലേ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT, ക്ലിയർ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അത് ഗവൺമെന്റ് സ്റ്റാർട്ടഡ് a scheme to provide subsidy to various SMEs, that is small and medium enterprises and technology startups for the international patent filing to encourage their innovation and capture growth and opportunities in the area of IT. IT related ആയിട്ടുള്ള കേസസിൽ, IT റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ, ക്ലിയർ, സ്മോൾ മീഡിയം ആൻഡ് മൈക്രോ എന്നുള്ള എൻ്റർപ്രൈസസിലെല്ലാം അവർ പാറ്റന്റ് എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ടെക്നോളജിയുടെ പാറ്റന്റ് എടുക്കുകയാണെങ്കിൽ അതിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി അതിന് വേണ്ടി വരുന്ന ചിലവുകൾ എന്ത് ചെയ്യുന്നു, സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? സോ സ്കീം പ്രൊവൈഡ് സബ്സിഡി അപ് ടു 50% ഓഫ് ദി പാറ്റന്റ് കോസ്റ്റ്. പാറ്റന്റ് എടുക്കാൻ വേണ്ടി വരുന്ന ചിലവിൻ്റെ 50% വരെ ക്ലിയർ റീഇംബേഴ്സ്മെൻറ്റ്, സബ്സിഡി ആയിട്ട് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. Then technology upgradation fund scheme, clear, TUFS എന്ന് പറയും. ക്ലിയർ? ഫോർ ടെക്സ്റ്റൈൽ സെക്ടർ. ടെക്സ്റ്റൈൽ സെക്ടർ നമുക്കറിയാൻ പറ്റും ട്രഡീഷണലി അവർ ഹാൻഡ്ലൂമാണ് അല്ലേ. അപ്പം അത് മാറ്റി അല്ലെങ്കിൽ അതിൽ ടെക്നോളജി അതിൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ടുവന്ന്, ക്ലിയർ, അതിനെ കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതിന് വേണ്ടി സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? സോ ടെക്സ്റ്റൈൽ സെക്ടേഴ്സ് is the second largest provider of employment after agriculture, and it contributes about 14% of the industrial production, 4% to the GDP, 17% of the country's export earning. Yeah, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, it provides direct employment to over 35 million people, and which includes a substantial number of SC, ST and women entrepreneurs. Clear? അതുകൊണ്ട് therefore Ministry of Textiles has introduced technology upgradation fund scheme under the TUFS scheme. Clear? Interest subvention of 5% is provided to interest charged on the financial institution bank on textile technology upgradation project. Textile technology modernization വേണ്ടി പവർ ലൂം ആക്കി മാറ്റുന്നതിന് വേണ്ടി, ക്ലിയർ, ഒക്കെ നമ്മൾ അതിൻ്റെ ടെക്നോളജി വാങ്ങിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി വരുന്ന പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് അല്ലേ, ബാങ്കുകൾ നൽകുന്ന ലോണുകൾക്ക് 5% വരെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നൽകുന്നു. അപ്പോൾ 10% പലിശയെങ്കിൽ 5% ഗവൺമെൻറ് നൽകും, ബാക്കിയുള്ള 5% മാത്രമേ എൻ്റർപ്രനർ അടച്ചാൽ മതി. അല്ല, ആകെ 8% പലിശ ഇൻട്രസ്റ്റ് എങ്കിൽ അതിൽ 5% ഗവൺമെൻറ് നൽകും, അപ്പോൾ 3% ബിസിനസ്സുകാരന് അടച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ചെയ്യുന്നു. ക്ലിയർ? ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷന് വേണ്ടി സബ്സിഡി ആയിട്ടാണ് കൊടുക്കുന്നത്. സബ്സിഡി ഫോർ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ കേസസിൽ സബ്സിഡി നൽകുന്നു. ക്ലിയർ?
For modernization of food processing industry, assistance in the form of grant up to 25% of plant and machinery and technical civil work, clear, subject to a maximum of rupees 50 lakh will be given, clear, in general area, and 33% subject to a maximum of 75 lakh in the difficult areas will be given, clear. അപ്പോൾ പരമാവധി 50 ലക്ഷം രൂപ വരെ, അതല്ലെങ്കിൽ 25% വരെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കോസ്റ്റ്, ക്ലിയർ. അതല്ലെങ്കിൽ ക്ലിയർ 35, ചില പ്രത്യേക ഏരിയയിലാണെങ്കിൽ, ക്ലിയർ, സ്പെസിഫിക് ഏരിയയിലാണെങ്കിൽ ക്ലിയർ ആകെ കോസ്റ്റിന് 33% വരെ, അല്ലെങ്കിൽ 75 ലക്ഷം രൂപ വരെ, ഏതാണോ കുറവ് അതനുസരിച്ച് എന്ത് കൊടുക്കുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡി നൽകുന്നു, ക്ലിയർ. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി വളരെയധികം സ്കോപ്പ്ഫുൾ ആണ് അല്ലേ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെയുള്ള മോഡേണൈസേഷന് വേണ്ടി എന്ത് ചെയ്യുന്നു, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സബ്സിഡി ഫോർ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഫോർ MSME യൂണിറ്റുകളുടെ മാർക്കറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, വിൽ reimburse 75% of the airfare and 50% of the rental charges for MSME manufacturing enterprises, clear, who were participating in international trade fairs, clear, trade exhibition, trade fairs, ഇവിടെയൊക്കെ പങ്കെടുക്കുന്ന, ക്ലിയർ, MSME യൂണിറ്റുകളുടെ എൻ്റർപ്രനേഴ്സിന്, ക്ലിയർ, ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് എക്സിബിഷനിൽ പങ്കെടുക്കണമെങ്കിൽ അവർക്ക് എയർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എയർ ഫെയർ, ക്ലിയർ. അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ സ്റ്റാളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റാളിന് വാടക കൊടുക്കണം. അപ്പോൾ വാടകയുടെ 50% വരെ ഒക്കെ എന്ത് കൊടുക്കുന്നു, സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു, ക്ലിയർ. Then for women and SC/ST entrepreneurs, government will provide 100%. അത് SC/ST entrepreneurs, women entrepreneurs ആണെങ്കിൽ ഇത്തരത്തിലുള്ള കോസ്റ്റിൻ്റെ 100% ഗവൺമെൻറ് തന്നെ വഹിക്കും. ദെൻ സബ്സിഡി ഫോർ ബാർകോഡിങ്, ക്ലിയർ. നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, അല്ലേ, സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പാക്കേജിൽ തന്നെ ബാർകോഡ് വേണം. ബാർകോഡ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ സൂപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, അവിടെയൊക്കെ ഓട്ടോമേറ്റഡ് ആണ്, അല്ലേ. ബാർകോഡ് റീഡർ ഉപയോഗിച്ചിട്ടായിരിക്കും പ്രോഡക്റ്റിൻ്റെ ബില്ലിങ്ങും ഇൻവോയ്സിങ്ങും ഒക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ബാർകോഡിങ് ചെയ്താലേ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലോ ബസാറുകളിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണേ എന്ത് ചെയ്യണം, MSME യൂണിറ്റുകളുടെ പ്രോഡക്റ്റും പാക്കേജ് ചെയ്ത് ബാർകോഡിങ് ചെയ്യണം. ഇങ്ങനെ ബാർകോഡിങ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ, സബ്സിഡി അപ് ടു 75% ഓഫ് ആനുവൽ രജിസ്ട്രേഷൻ ഫീ ഫോർ ഗെറ്റിംഗ് ബാർകോഡ് ഫോർ റിക്കറിംഗ് ഫീ ഓഫ് 3 years വിൽ ബി പ്രൊവൈഡഡ് ടു ദി ക്ലിയർ SSI യൂണിറ്റ്. MSME യൂണിറ്റുകൾക്ക്, ക്ലിയർ, 3 വർഷം വരെ റിക്കറിംഗ് കോസ്റ്റുകളും, അതുപോലെ തന്നെ ക്ലിയർ ആദ്യത്തെ വർഷം 75%, ക്ലിയർ, 75% വരെ രജിസ്ട്രേഷൻ്റെ ഫീയുടെ 75% വരെ എന്ത് ചെയ്യുന്നു, സബ്സിഡി ആയിട്ട് നൽകുന്നു. ദെൻ സബ്സിഡി ഫോർ ബാക്ക്വേർഡ് ഏരിയ. ബാക്ക്വേർഡ് ഏരിയ സബ്സിഡി എത്രയാവും, 15% ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, ക്ലിയർ. അപ്പോൾ അത് ബാക്ക്വേർഡ് ഏരിയയുടെ സബ്സിഡി ആയിട്ട് കൊടുക്കും. ബാക്ക്വേർഡ് ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റർപ്രൈസസിന് കൊടുക്കുന്ന അഡീഷണൽ സബ്സിഡിയാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡി, ക്ലിയർ, ടു പ്രൊമോട്ട് ഇൻഡസ്ട്രീസ് ഇൻ ദി ഏരിയാസ് നോട്ട് അക്സസിബിൾ, അല്ലേ, പ്രത്യേകിച്ച് ഹില്ലി ഏരിയ അങ്ങനെയുള്ള ഇവിടെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ മെറ്റീരിയലൊക്കെ കൊണ്ടുവരണമെങ്കിൽ വലിയ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവും, അല്ലേ. അതുകൊണ്ട് അവിടെയുള്ള കോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, 50% to 90% ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽ ബി ഗിവൺ ആസ് ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡി, ക്ലിയർ. ദെൻ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, PMEGP, അല്ലേ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം അനുസരിച്ച് 15% to 25%, clear. So urban, under this program, urban and rural entrepreneurs in general category can avail 15% to 25%, 15% and 25% subsidy in respect of, clear. ഇപ്പോൾ അർബൻ ഏരിയയിലാണെങ്കിൽ 15% വരെ, റൂറൽ ഏരിയയാണെങ്കിൽ 25% എന്ത് കിട്ടുന്നു, സബ്സിഡി കിട്ടുന്നു. പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 15 മുതൽ 25% വരെ, ക്ലിയർ. So 15% for urban area and 25% for the rural area. So in case of weaker section of the society, എന്ന് പറയുന്നത് എന്തായിരിക്കും, SC/ST അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രനേഴ്സ്, ക്ലിയർ, എക്സ് സർവീസ്മെൻ, ഇങ്ങനെയൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് കാറ്റഗറി ഓഫ് എൻ്റർപ്രനേഴ്സ് ആണെങ്കിൽ അതെന്തായിട്ട് വരുന്നത്, 25% ആണ് അർബൻ ഏരിയയിലാണെങ്കിൽ, 35% ആണ് റൂറൽ ഏരിയ ആണെങ്കിൽ, ക്ലിയർ. Then Government of India has proposed an expenditure of, ക്ലിയർ, ഇത് 12th പ്ലാനിലുള്ള എക്സ്പെൻഡിച്ചറാണ് പറയുന്നത്. ഇതൊക്കെ പഴയ സ്റ്റാറ്റിസ്റ്റിക്സാണ് കേട്ടോ. ദി സബ്സിഡി ഫോർ അക്വിസിഷൻ ഓഫ് എഫിഷ്യൻറ്റ്
ടെക്നോളജി അക്വിസിഷന് വേണ്ടി നൽകുന്ന സബ്സിഡി, അതാണ് അടുത്തായിട്ട് വരുന്നത്. So Government of India has launched Technology Acquisition and Development Fund. ഇങ്ങനെ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് അണ്ടർ ദ നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസി. Clear? Implemented by it. The scheme provides for the direct support of technology upgradation and acquisition, reimbursement up to 50% of the technology transfer fee, or 50%, 50 lakh, whichever is lower, will be granted. Clear? ഒരു ഫോറിൻ ടെക്നോളജി അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫർ ഫീ ആയിട്ട് 50% വരെയോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെയോ ഒക്കെ എന്ത് ചെയ്യുന്നു, ടെക്നോളജി അക്വിസിഷന് വേണ്ടി ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ സബ്സിഡി നൽകുന്നു. സബ്സിഡി ഫോർ മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്സ് ഫോർ കൺട്രോളിങ് പൊല്യൂഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ. ക്ലിയർ? പൊല്യൂഷൻ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലേ പ്രശ്നമാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയുള്ള അല്ലേ ഇൻഡസ്ട്രികൾക്ക് ഡിവൈസുകളും മറ്റുള്ള ടെക്നോളജികളൊക്കെ ഇറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ എനർജി കൺസംഷൻ പഴയ തരത്തിലുള്ള മെഷീനറിയൊക്കെ ആണെങ്കിൽ വലിയ തരത്തിലുള്ള എനർജി കൺസ്യൂം ചെയ്യും. അപ്പോൾ മോഡേൺ ടെക്നോളജി ആണെങ്കിൽ കുറച്ച് എനർജി മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള എനർജി കൺസംഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, വാട്ടർ കൺസർവേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നു. So manufacturing units will be provided a subsidy of 10% of the capital expenditure. Clear? Capital expenditure എന്തിനു വേണ്ടിയുള്ളതാ, ഇങ്ങനെയുള്ള ഡിവൈസുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ 10% വരെ on new plant and machinery subject to a maximum of 50 lakh will be given as subsidy. So these are some of the subsidy schemes available to entrepreneurs in India. Okay.